CPM നേതാവ് KJ ഷൈനെ സമൂഹ മാധ്യമങ്ങളും മറ്റും വഴി അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ വിശദമായിട്ടുള്ളൊരു തെളിവ് ശേഖരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് സംഘം. അതിൽ ഈ പ്രതികൾ പങ്കുവച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളതിൻ്റെ വിശദാംശങ്ങളടക്കം പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകിയിരിക്കുകയാണ്. നിലവിൽ ഈ കേസിൽ പ്രതികളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് CK ഗോപാലകൃഷ്ണൻ, പ്രാദേശിക കോൺഗ്രസ് നേതാവ്, കൂടാതെ KM ഷാജഹാൻ എന്നിവരാണ്. ഇതിനോടൊപ്പം തന്നെ KJ ഷൈൻ മറ്റ് 28ഓളം പേരുടെ വിശദാംശങ്ങളും പരാതിയായി തന്നെ നൽകിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ജിൻഡോ ജോൺ ഉണ്ട്, അതോടൊപ്പം തന്നെ BRM ഷഫീറും ഉണ്ട് എന്നതാണ് വിവരം. ഇതോടൊപ്പം ജില്ലയിലെ CPM MLA-മാരും പരാതികൾ നൽകിയിട്ടുണ്ട്. അതിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ നൽകിയിട്ടുള്ള പരാതിയിൽ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് ഇന്നുണ്ടായിരുന്നു. പഴയ സൗഹൃദങ്ങൾ വെച്ച് ചില ആളുകൾ ഉണ്ടായേക്കാം. അത് ഉറവിടം പറവൂർ തന്നെയാണ്. പറവൂർ പെരുമ്പടന്ന എന്ന പ്രദേശവും അതുപോലെ തന്നെ പറവൂർ പരിസരങ്ങൾക്ക് അതിനൊരു സ്ഥാനമുണ്ട്. ഇല്ല, ശർമ്മയുമായിട്ട് ഒരു തരത്തിലും വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടില്ല. ശ്രീനജൻ ഉൾപ്പെടെയുള്ള MLA-മാരുമാണ് പരാതി നൽകിയിരിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് CPM MLA-മാരെ പ്രതിക്കൂട്ടിലാക്കി കള്ളപ്രചാരണം നടത്തുന്നു എന്നതാണ് പ്രധാനമായും പരാതി. ആ പരാതികൾ പ്രധാനമായും KM ഷാജഹാനെതിരെയുമാണ്. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നു. ഇതോടൊപ്പം KJ ഷൈൻ നൽകിയിട്ടുള്ള പരാതിയിൽ വനിതാ കമ്മീഷനും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കമ്മീഷൻ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്വീകരിച്ചു വരുന്ന നടപടികളെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ആ കാര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുക. ഈ തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് വനിതാ കമ്മീഷൻ കാണുന്നത്. വനിതാ കമ്മീഷൻ ഇത് സംബന്ധിച്ച് കമ്മീഷൻ്റെ തന്നെ മീഡിയ മോണിറ്ററിംഗ് സെല്ലിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. KJ ഷൈൻ്റെ പരാതിയിലെടുത്ത കേസിൽ വിശദമായിട്ടുള്ള തെളിവ് ശേഖരണത്തിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ ആ കേസിൽ തന്നെ കൂടുതൽ പേരെ പ്രതി ചേർക്കുകയും ചെയ്യും എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. കൂടാതെ MLA-മാർ നൽകിയിട്ടുള്ള പരാതിയിലും പ്രത്യേക FIR-കൾ രജിസ്റ്റർ ചെയ്യും. എന്തായാലും അത്തരം നടപടികളിലേക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത്. അതിൽ തുടർ നടപടികൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഉടൻ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ക്യാമറാമാൻ ബിനു പാവുമ്പയ്ക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.